ചില ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, ഇദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, നല്ല വിശുദ്ധിയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുക. ചിലരുടെ സാമ്പത്തിക രീതി കാണുമ്പോൾ, അവരുടെ ജീവിത രീതി കാണുമ്പോൾ നമ്മൾ പറയും ഇവരൊക്കെ ടോപ്പ് ലെവലിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്ട്രീം എൻ്റെ ഇപ്പുറത്തുണ്ട്. ഏറ്റവും താണ നിലയിൽ ദാരിദ്ര്യത്തിന്റെ അഗാധത, ആഴം, സാമ്പത്തിക പരാധീനതയുടെ കടബാധ്യതയുടെ ആഴം, ദുഃഖത്തിന്റെ ആഴം, സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ ആഴം, അഗാധങ്ങൾ. അതാണ് നമ്മൾ ഈ ഒരു വാക്കുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാനിത് ഇങ്ങനെ നിവർന്ന് നിൽക്കുമ്പോൾ, ഞാനിപ്പോൾ പുഞ്ചിരിക്കുമ്പോൾ, ഞാനിപ്പോൾ സന്തോഷിക്കുമ്പോഴല്ല അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നത്. എനിക്ക് മറ്റൊരു രക്ഷയില്ല. ഞാൻ തകർന്ന് തരിപ്പണായിട്ടൊരു വട്ടപ്പൂജയായിട്ട് നിൽക്കുകയാണ്. എനിക്കിനി കരയാൻ കണ്ണുനീര് ബാക്കിയില്ല. ഇനി ആരോടും പറയാനും എനിക്കില്ല. ഐ ആം എ ബിഗ് സീറോ. അനുഭവിച്ചിട്ടില്ലേ? എപ്പോഴെങ്കിലും വീട്ടിലോ ജോലിയിലോ പഠനത്തിലോ ശുശ്രൂഷയിലോ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലോ ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഈ 0 പോയിന്റ്. ഇതിനും താഴോട്ട് എനിക്കിനി പറ്റൂല. എൻ്റെ വീഴ്ചയുടെ അങ്ങേ അറ്റത്തെത്തി. എന്നിട്ട് അവിടെ നിന്നാണ് കർത്താവെ നിലവിളിക്കണത്. ഈ 130 സങ്കീർത്തനം ഉണ്ടല്ലോ, സങ്കടം അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ മരിച്ചവരെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അഗാധത്തിൽ നിലവിളിക്കുന്നത് വെച്ചാൽ ഈ മരണത്തിൽ നിന്ന്, മരണത്തിന്റെ പടുകുഴിയിൽ നിന്ന്, ഒരുപക്ഷെ ഏറ്റവും അഗാധമായൊരവസ്ഥ, ഒറ്റപ്പെടലിന്റെ, സ്നേഹമില്ലായ്മയുടെ, ഏകാന്തതയുടെ, മൂകതയുടെ ഒരു മരണ അവസ്ഥയിൽ നിന്നൊരു ആത്മാവ് കേഴുകയാണ് ദൈവത്തെ നോക്കി. അതിനേക്കാളും നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കരഞ്ഞ് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ 130 സങ്കീർത്തനം. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും ലോ ലെവൽ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുകയാണ്. എനിക്ക് മുമ്പോട്ടില്ല. എനിക്ക് മുകളിലോട്ട് നോക്കാൻ പറ്റണില്ല, സൈഡിലോട്ട് നോക്കാൻ പറ്റണില്ല. പ്രതീക്ഷയ്ക്ക്, പ്രത്യാശയ്ക്ക് ഒരു തരി വെട്ടം പോലും, ഒന്ന് പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലാതെ ഫുൾ ഔട്ടായിട്ട് നിൽക്കണ അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് കർത്താവെ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അതൊന്ന് ശ്രദ്ധിക്കണം. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് ഞാൻ ഏറ്റവും തകർന്ന് തല്ലിപ്പൊളിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ജീവിതം ഇനി എങ്ങോട്ട് പോകും തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കടബാധ്യത എങ്ങനെ തീർക്കും? ഈ അടച്ചു തീർക്കാനുള്ള കടങ്ങൾ, ജപ്തി ഭീഷണികൾ, സാമ്പത്തിക മറ്റു പരാധീനതകളെല്ലാം, രോഗം, ഞാനിനി കയറാത്ത ആശുപത്രികളില്ല, പോകാത്ത ഡോക്ടർമാരില്ല. ഞാനിനി എന്നെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇനി ആരെ പോയി കാണണം? ഇനി ആരിൽ നിന്ന് ഉപദേശം തേടണം? ഇനി എന്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കണം? അഗാധത്തിൽ ഞാൻ നിൽക്കുക. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഞാൻ കടന്നു പോകുന്ന തീച്ചൂളയെ കുറിച്ച് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കരയുന്നത് എന്തിനാന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഒന്നും അമനട്ട സീറോ, ആരും മനസ്സിലാക്കാത്തതിന്റെ അഗാധതയിൽ അവിടെ നിന്ന് ഞാൻ നിലവിളിക്കുകയാണ്. എങ്ങോട്ട് നിലവിളിക്കുന്നു? കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. നമ്മുടെ ഉള്ളിലോട്ട് കയറണം. എത്ര അഗാധതയിൽ നിൽക്കുമ്പോഴും നിനക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു കർത്താവുണ്ട്. കർത്താവേ ഉള്ളൂ. കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയണം, നമ്മുടെ ഹൃദയം മുറിയണം. ഈ അവസ്ഥയിൽ എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ കർത്താവുണ്ട്, കർത്താവേ ഉള്ളൂ. അത് പലപ്പോഴും നമ്മൾ അനുഭവിച്ചുള്ളൂ. ഈ അഗാധത അനുഭവിച്ച പോലെ, ഈ ആഴങ്ങൾ, ഇരുട്ടിന്റെ അങ്ങേയറ്റം അനുഭവിച്ചതുപോലെ തന്നെ നമുക്ക് അനുഭവമുണ്ട്. ഈ ഇരുട്ടിൽ യു ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. And the only presence that you feel is God alone. ഈശോയെ മാത്രം നീ തിരിച്ചറിയുന്ന ഒരു സമയം. ബാക്കി എല്ലാം ഇരുട്ടാണ്. ഈശോയെ മാത്രം കാണുന്ന ഒരവസ്ഥ, that you will feel in your deepest pain. നിന്റെ ഹൃദയത്തിന്റെ, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ആഴത്തിൽ, അഗാധതയിൽ, സങ്കടത്തിന്റെ പട്ടുകൂനയിൽ കടന്നിട്ട് നിനക്ക് ഈശോയുടെ പ്രസൻസ് ചില സമയത്ത് കാണാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തകൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഐ കോൾ ഓൺ ടു യു ഗോഡ്. എൻ്റെ കർത്താവെ, ഞാൻ അങ്ങയാണ് വിളിച്ചപേക്ഷിക്കണം. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ മോനെ, പ്രാർത്ഥിച്ചോളാം കേട്ടാ, ഓക്കെ മോളെ, ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ, ഇത്രയൊക്കെ അവർ പറഞ്ഞോളൂ. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ സഹശുശ്രൂഷകനോട്, എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു, ഇതെല്ലാവർക്കും ഉണ്ടാവുന്നല്ലേ, ഇതൊക്കെ മാറിക്കോളും. അവർ കുറച്ച് ആശ്വാസത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞു. കുറച്ച് പേര് ചേർത്ത് പിടിച്ചു, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോഴും ആ കുഴിയിലാണ്. എനിക്ക് ഇതിനകത്ത് തിരിച്ചു കയറാൻ പറ്റണില്ല. പക്ഷെ എനിക്കറിയാം, എൻ്റെ ഈ ആഴത്തിന്റെ വ്യാപ്തി, അതിന്റെ ഇരുട്ടിന്റെ ഘനം എല്ലാം അറിയാവുന്ന ഒരു തമ്പുരാനുണ്ട്. ആ തമ്പുരാനേ ഉള്ളൂ. ഐ ഹാവ് നോ വൺ ബട്ട് യു ഗോഡ്.
73-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു എഴുത്ത് കാണുന്നുണ്ട്. 73-ാമത്തെ സങ്കീർത്തനം ആസാഫിന്റെ സങ്കീർത്തനാണ്. അവിടെ നമ്മൾ 73-ന്റെ 25 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഇത് ചിലപ്പോൾ കണ്ണു നിറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, കർത്താവെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ കേട്ടോ, അതേ ഉള്ളൂ. ചില സമയങ്ങളിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, സങ്കടത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥയിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, എനിക്ക് കർത്താവേ ഉള്ളൂ, വേറെ ആരും ഇല്ലെന്ന്. അവിടെ സങ്കീർത്തകൻ നിലവിളിക്കുകയാണ്, അഗാധത്തിൽ നിന്ന് കർത്താവേ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിപ്പോ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. മാനുഷികമായിട്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയുള്ളൂ, എൻ്റെ ഈ ഇരുട്ടൊന്ന് മനസ്സിലാക്കുക, ഞാൻ കടന്നു പോകുന്ന ഈ ഒരു ടെറിഫിക് സിറ്റുവേഷൻ നിങ്ങൾ അതിനൊന്ന് മനസ്സിലാക്കാനൊന്ന് പരിശ്രമിക്കും. അവർ ചിലപ്പോൾ പുഞ്ചിരിച്ച് കാണിക്കും, കുറച്ച് ആശ്വാസവാക്കുകൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിനക്കേറ്റിരിക്കുന്ന ആ മുറിവ്, ആ വിഷമം, അതിന്റെ വ്യാപ്തി അതെത്ര ഡീപ്പാണെന്ന് അറിയാവുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, നിന്റെ ദൈവം, ഈശോ മാത്രം. അതുകൊണ്ട് വിളിച്ചപേക്ഷിക്കേണ്ടത് മാതാപിതാക്കളെയോ കൂട്ടുകാരെയോ അല്ല, കർത്താവിനെയാണ്, കർത്താവിനെ മാത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തകൻ പാടിയതോട് ചേർത്ത്, ഹൃദയം നുറുങ്ങി പാടിയതോട് ചേർത്ത് നമ്മുടെ സങ്കടങ്ങളുടെ ഏറ്റവും ഡീപ്പർ ലെവലിൽ നിന്നും നമ്മളും കർത്താവെ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. വേറെ ആരെയില്ല, എനിക്ക് സ്വർഗത്തിൽ അങ്ങേ ഉള്ളൂ, ഈ ഭൂമിയിലും എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. എൻ്റെ സന്തോഷത്തിൽ, എൻ്റെ സങ്കടത്തിൽ, എൻ്റെ ദാരിദ്ര്യത്തിൽ, എൻ്റെ സമ്പത്തിൽ, എൻ്റെ ആരോഗ്യത്തിൽ, അനാരോഗ്യത്തിലൊക്കെ എൻ്റെ കൂടെ കർത്താവേ അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങ് മാത്രം മതി. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 109-ാമത്തെ സങ്കീർത്തനം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 2-ാമത്തെ വാക്യം ഒരു വലിയ യാചനയാണ്. കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ചെവി ചായിച്ച് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണേ. എന്ന് വെച്ചാൽ മുമ്പേ പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥനയുടെ തുടർച്ചയാണ്. കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്ന് വെച്ചാൽ ഞാനിപ്പോ എഴുതി കൊണ്ടുവന്ന, ഞാനിപ്പോ വായിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഒരു പുസ്തകത്തിലെയോ ഈ ഒരു കടലാസ് കഷ്ണത്തിലെയോ എൻ്റെ നിയോഗങ്ങളല്ല, പകരം എഴുതിയാലും തീരാത്ത എൻ്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ ആഴത്തിലേക്ക് മാത്രം ഒരു ഇച്ചിരി വെട്ടം അടിച്ചു നോക്കിയാൽ അങ്ങേക്ക് മാത്രം കണ്ടാൽ തിരിച്ചറിയുന്ന എൻ്റെ വേദന, ആ വേദനയുടെ പ്രാർത്ഥന, ഈ അഗാധത്തിൽ നിന്നുണരുന്ന ഈ പ്രാർത്ഥന കർത്താവേ കേൾക്കണമേ, എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3-ാമത്തെ വാക്യം നമ്മൾ ഇത്രയും നേരം ചിന്തിച്ച ആ ഒരു ഭാഗത്ത് ഒരു സെക്ഷനായിട്ട്, ഒരു ബോക്സ് ആയിട്ട് വെക്കുക. നമ്മുടെ വേദനയുടെ, നമ്മുടെ സങ്കടത്തിന്റെ, നമ്മുടെ കഷ്ടപ്പാടുകളുടെ അഗാധതയിൽ നിന്ന് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നുള്ളൂ, ആ കർത്താവ് സ്വരം ശ്രവിക്കുമെന്ന് യാചനയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാണ്. ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ഒരു ശ്രദ്ധയോടുകൂടി ഇരിക്കണം. കാരണം നമ്മൾ ഈ ഡീപ്പർ ലെവലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സർഫസ് ലെവലിൽ നടക്കുന്ന ചില കാര്യങ്ങളെയും കൂടെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സൂചനയാണ് ഈ 3-ാമത്തെ വാക്യം തരിക. കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തിയോടെ നിൽക്കുന്നു. 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേൾക്കുക. കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞ് ചിന്തിച്ച ആ ഒരു ബോക്സ് മാറ്റിവെക്കുക. ഇനി മറ്റൊരു ബോക്സ് തുറക്കേണ്ടതുണ്ട്. ഈ ഹൃദയമാകുന്ന ബോക്സ്, ഇതിന്റെ ആഴം. ഈ 3-ാമത്തെ വാക്യം അതിന്റെ ഒരു സെന്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നേരം നമ്മളൊരു ഭൗമികമായ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെയൊക്കെ സങ്കടങ്ങളിലൊക്കെയാണ്, ഞാൻ ഈ കുഴിയിലൊക്കെയാണ്, ഞാൻ ഈ ഇരുട്ടിലൊക്കെയാണെന്ന്. പക്ഷെ യഥാർത്ഥ ഇരുട്ട്, യഥാർത്ഥ ആഴം, ഈ സങ്കീർത്തകൻ എന്തിനെ കുറിച്ചാണ് ദുഃഖിക്കുന്നതെന്ന് നമുക്കൊരു ബോധ്യം കിട്ടുന്നത് ഈ 3-ാമത്തെ വാക്യത്തിലാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ബോധ്യം തരേണ്ടതും ഇതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, വീട്ടിലെ പ്രശ്നങ്ങളല്ല, പഠനത്തിലെ തടസ്സങ്ങളല്ല, ജോലി കിട്ടാത്ത അവസ്ഥയല്ല, ജോലി നഷ്ടപ്പെട്ടു പോയതല്ല, എൻ്റെ അഗാധം, എൻ്റെ ആഴം, എൻ്റെ വേദനയുടെ മൂർധന്യാവസ്ഥ അതല്ല, എൻ്റെ പാപങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ഇരുട്ടെന്ന് സങ്കീർത്തനം കടന്ന് നിലവിളിക്കാൻ നമ്മളോട് പറയുന്നതും, കർത്താവെ ഈ കടബാധ്യതയുടെ ആഴത്തിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എന്നല്ല, ഈ രോഗത്തിന്റെ കുഴിയിൽ നിന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നതല്ല, ഈ പാപത്തിന്റെ പട്ടുകുഴിയിൽ നിന്ന് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുകയാണ്. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. നിന്റെ സങ്കടങ്ങളും വേദനകളും കടബാധകളും രോഗങ്ങളെല്ലാം ഈശോയ്ക്ക് അറിയാം.
നീ ഈശോയോട് പറയുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. പക്ഷെ ഈശോയിൽ നിന്ന് പോലും മറച്ചു വെക്കാൻ ഒരുപക്ഷെ ഒരു ബുദ്ധിമുട്ടും തോന്നാതെ ഇന്ന് കൈവിരിച്ചു പിടിച്ച് നമ്മുടെ യാചനകൾ സമർപ്പിക്കുമ്പോൾ ഒന്ന് ഓർക്കേണ്ടത് നമ്മുടെ പാപജീവിതത്തെ കുറിച്ചും കൂടെ തന്നെയാണ്. നമുക്കിത് അധികം അങ്ങ് ചിന്തിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പ്രത്യേകിച്ച് നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്താൽ മതി. കഴിഞ്ഞ ഒരു 2 വർഷം ഈ കൊറോണയുടെ സമയത്താണ് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാപം ചെയ്തു പോയില്ലെങ്കിൽ ചെയ്തത് പാപമാണെന്നുള്ള ബോധവും ബോധ്യവും നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിനിടയ്ക്കായിരിക്കും. നമ്മൾ ഇതിനെല്ലാം വളരെ ലൈറ്റായിട്ട് കണ്ടു. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നു, എല്ലാവരും എല്ലാം ചെയ്യുന്നു, അതുകൊണ്ട് ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല എന്നുള്ള രീതിയിലേക്ക് ചില പാപങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതല്ലാതെ ഞാനിത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പട്ടുകുഴിയിലോട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്, ഇനി ഇതിനകത്ത് നിന്ന് എന്തായാലും ഞാൻ കയറി വരില്ല, ഞാൻ ഈ പാപത്തിന് അടിമപ്പെട്ട് അതിൻ്റെ സുഖത്തിൽ അങ്ങ് നിന്നേക്കാം എന്നുള്ള ഒരു ലാഘവ ബുദ്ധി പല പാപങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചിന്തിക്കണം. ഒരു പാപബോധം നമ്മുടെ ഉള്ളിലോട്ട് ഉണ്ടാകാൻ വേണ്ടി ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വലിയൊരു വിഷയമാണ്, കർത്താവേ എൻ്റെ ഉള്ളിൽ പാപബോധം തരണം, ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകണം, എന്നിട്ട് വിശുദ്ധിക്ക് വേണ്ടി ആയിരിക്കണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന എന്ന് ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സമർപ്പിക്കേണ്ട ഏറ്റവും വലിയ യാചന, ഏറ്റവും വലിയ നിയോഗം അതായിരിക്കണം, കർത്താവേ പാപബോധം തരണേന്ന്. ഇതിനകത്ത് ഇതൊരു തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിനകത്തൊന്ന് കയറി പോരാൻ എന്നെ സഹായിക്കണേ. എന്തെന്നറിയോ, സങ്കീർത്തകൻ ഈ അഗാധത്തിൽ നിലവിളിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇയാൾക്കറിയാം ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളുടെ ഏറ്റവും വലിയ കുഴപ്പം കടബാധ്യതയോ വീട്ടിലെ പ്രശ്നങ്ങളോ പഠിക്കാൻ പറ്റാത്തതോ അല്ല. അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം അയാൾ പാപത്തിന്റെ പടുകുഴിയിലാണ്. ആഴത്തിൽ നിന്ന് ഞാൻ ആർദ്രമായി കേഴുന്നു, കർത്താവ് എൻ്റെ മേൽ കരുണ തോന്നണേന്ന്. പാപത്തിന്റെ കുഴിയിൽ കിടക്കാണ്, കയറിപ്പോരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. സങ്കീർത്തകന് ഒരു ബോധ്യമുണ്ട്, നമ്മുടെ ഉള്ളിലോട്ട് തരുന്ന ഒരു ബോധ്യമുണ്ട്. ഈ ഇരുട്ടിൽ നിന്ന്, ഈ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നീ വിളിച്ചപേക്ഷിക്കേണ്ടതും കർത്താവിനെ തന്നെയാണ്, കർത്താവിനെ മാത്രമാണ്. കാരണം നിന്റെ കടബാധ്യതയിലോ നിന്റെ സങ്കടത്തിലോ നിന്റെ കൂടെ നിൽക്കാൻ നിന്റെ പേരൻസിന് കഴിയും, കൂട്ടുകാർക്ക് കഴിയും, ഉപദേശിക്കാൻ കഴിയും, ആശ്വസിപ്പിക്കാൻ കഴിയും. പക്ഷെ ഈ പാപത്തിൽ നിന്ന് നിന്നെ പിടിച്ചു കയറ്റാൻ പറ്റുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ. അത് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമാണെന്ന് അറിയുന്ന നീയും നിന്റെ ഈശോയും. നീ കൈ ഉയർത്തുക, നിലവിളിക്കുക, കർത്താവെ ഈ ആഴത്തിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ പിടിച്ചു കയറ്റും, കർത്താവിനെ പിടിച്ചു കയറ്റാൻ പറ്റുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ 51-ാം സങ്കീർത്തനമൊക്കെ വായിക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥിച്ച് ധ്യാനിക്കേണ്ട ഒരു സങ്കീർത്തനമാണ് 130. ഒരു പാപബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കർത്താവെ അങ്ങ് പാപങ്ങളുടെ കണക്ക് സൂക്ഷിച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. വ്യക്തിപരമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ചിന്തിക്കുകയാണ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുക. ഈ സങ്കീർത്തനത്തിലെ ഈ 3-ാമത്തെ വാക്യം ഹൃദയം തുറന്നൊന്ന് പറഞ്ഞൊന്ന് നോക്കി. കർത്താവെ അങ്ങ് എൻ്റെ പാപത്തിന്റെ കണക്ക് വെച്ചാൽ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. പല കാര്യങ്ങളും കർത്താവ് നമ്മൾ ക്ഷമ ചോദിക്കാണ്ട് പോലും ചിലപ്പോൾ ക്ഷമിച്ചു കളഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കണേ. നിങ്ങൾ സ്വന്തം ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. കർത്താവെ എൻ്റെ പാപത്തിന്റെ കണക്ക് അങ്ങ് സൂക്ഷിച്ചാൽ ഞാൻ എങ്ങനെ തലപൊക്കി നിൽക്കും? അത്രയും ഉള്ളു മലിനാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ ആഴം എന്തോരാണ്, ആ ഇരുട്ട് എന്തോടെയാണ്. അവിടെ സങ്കീർത്തകൻ നമുക്ക് നൽകുന്ന ബോധ്യം ഇതാണ്: ഈ ആഴത്തിലേക്ക് വെട്ടമിറക്കണം, ഈ ആഴത്തിലേക്ക് ഈശോയെ വിളിക്കണം, എന്നിട്ട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ഈ ഇരുട്ടിനെ ക്ലീൻ ചെയ്ത് വിശുദ്ധീകരിച്ച് നിന്റെ മുഖവും നിന്റെ ശരീരവും നിന്റെ സംസാരവും നിന്റെ പെരുമാറ്റ രീതിയും നീ ചെല്ലുന്ന ഇടങ്ങളെല്ലാം പ്രകാശിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അങ്ങ് കണക്ക് സൂക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുകയാണ്, അങ്ങ് സൂക്ഷിച്ചാൽ എനിക്ക് നിലനിൽക്കാൻ പറ്റില്ല. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, എന്തെന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തിയോടെ നിൽക്കുന്നു. ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നിപ്പോൾ ഈ ശുശ്രൂഷ കൂടുമ്പോൾ, നമ്മൾ ഈ ആലയത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ഒരു പക്ഷേ ഓൺലൈനിൽ ഇതൊക്കെ കൂടുമ്പോൾ തീർച്ചയായിട്ടും ഭയഭക്തിയോടുകൂടി തന്നെയാണ് കർത്താവിൻ്റെ മുമ്പിലായിരിക്കുക, അവിടുത്തെ വചനം ശ്രവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഭയവും ഭക്തിയും ദൈവഭയവും ദൈവഭക്തിയൊക്കെ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ? നിന്റെ പാപം കർത്താവ് ക്ഷമിക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. ആ ഒരൊറ്റ ഗ്യാരണ്ടിയിലാണ് നമുക്കിപ്പോൾ ഈശോയുടെ മുമ്പിൽ നിന്ന് ഈ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ സമർപ്പിക്കാൻ നമുക്കൊരു ധൈര്യമുള്ളത്.
എൻ്റെ കർത്താവ് കരുണയുള്ളവനാണ്, എന്നോട് ക്ഷമിക്കും. ഞാൻ ഈ കുഴി കിടക്കാണ്, എനിക്ക് ഒറ്റയ്ക്ക് കയറിപ്പോരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ അഗാധത്തിൽ നിന്ന് കർത്താവെ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുകയാണ്. ഈ ഇരുട്ടിൽ നിന്ന്, ഈ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന്, ഈ ചങ്ങലകളിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണേ എന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ മറ്റു പ്രാർത്ഥനകളും കേൾക്കുകയാണ്. കാരണം കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിന്റെ വിശുദ്ധീകരണമാണ്. കടബാധ്യതകൾക്കും രോഗങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ അപ്പുറം കർത്താവ് നിന്നിൽ നിന്ന് നീ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: ഈ അഗാധത്തിൽ നിന്ന്, ഈ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് കയറിപ്പോരാൻ കർത്താവെ എന്നെ സഹായിക്കണേ എന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം നമ്മൾ ഇച്ചിരി സ്പീഡിലും കടന്നു പോവാണ്, നമ്മൾ പെട്ടെന്ന് നിങ്ങൾ ധ്യാനിച്ചു പോവുക. 5-ാമത്തെ വാക്യം നിങ്ങൾ പിന്നീട് എടുത്ത് വായിക്കണം. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. ഈ ഇരുട്ടിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റാൻ എൻ്റെ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കർത്താവിനെ കാത്തിരിക്കാം. ഞാൻ ഒത്തിരി ശ്രമിച്ചു. എൻ്റെ ഈ തഴക്കദോഷത്തിൽ നിന്ന്, എൻ്റെ ഈ പാപത്തിൽ നിന്ന്, എൻ്റെ ഈ ദുശീലത്തിൽ നിന്നൊക്കെ, ഇതിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന്, ആഴത്തിൽ നിന്ന് തിരിച്ചു കയറാൻ വേണ്ടി ഞാൻ ഒത്തിരി ശ്രമിച്ചു. നല്ല നൈസായിട്ട് പരാജയപ്പെടുകയും ചെയ്തു. പറ്റണില്ല. എത്ര തവണ കുമ്പസാരിച്ച് ഇതേ പാപങ്ങൾ പറഞ്ഞിട്ട് അവസാനം മട്ടിത്ത് കർത്താവേ ഞാനിത് കുമ്പസാരിച്ചിട്ടില്ല, കഥയൊന്നും ഇല്ലാന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ഞാൻ നോക്കിയിട്ട് പറ്റണില്ല, എനിക്ക് നന്നാവാൻ പറ്റണില്ല. ഹോപ്പ്ലെസ്. ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ കണക്ക് സൂക്ഷിക്കല്ലേ, എന്നെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങ് കരുണയുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിക്കുന്നു. കർത്താവ് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ ഉടനീളം കാണുന്ന ഒരു എഴുത്ത് രീതിയാണത്. നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങളുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുന്നു. എങ്ങനെ പോയോ അതിന്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ നീ കർത്താവിലേക്ക് തിരിച്ചു വരിക. നിന്റെ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. അത് കർത്താവ് നൽകിയ വാഗ്ദാനമാണ്. സങ്കീർത്തകൻ പറയാണ്, കർത്താവെ ആ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ നാണം തോന്നുന്ന ചില തെറ്റുകൾ, നമുക്കൊന്ന് തിരിച്ചു കയറാൻ വേണ്ടി നമ്മളൊന്ന് ഇച്ചിരി പരിശ്രമിക്കുന്ന ആ തെറ്റുകൾ, അതിൽ നിന്ന് ശരിക്കും നീ ഒന്ന് കയറിപ്പോരാൻ ശ്രമിച്ചാൽ, അതിനുവേണ്ടി കർത്താവിന്റെ സഹായം തേടിയാൽ, ആത്മാർത്ഥതയോടെ ഒരു അനുതാപം, ഒരു കുമ്പസാരമൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നിന്നെ വട്ടം പിടിച്ച് ചേർത്ത് പൊക്കിയെടുത്തോണ്ട് ഇങ്ങനെ പോരും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു സൂചന കാണുന്നുണ്ട്. 25-ാമത്തെ അധ്യായം, ബൈബിളിലുള്ളവരൊന്ന് എടുക്കാമോ? 25-ാമത്തെ അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാ 25:8 മുതൽ, അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണുനീര് അവിടുന്ന് തുടച്ചു മാറ്റും, തന്റെ ജനത്തിന്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടെ നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും, ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ, നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടുത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. ഇതൊരു വാഗ്ദാനാണ്. നീ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നീ പ്രത്യാശ അർപ്പിക്കുന്ന നിന്റെ ദൈവം നിന്നെ കാത്തുരക്ഷിക്കുന്നു. തൊട്ടടുത്ത അധ്യായത്തിൽ കടപ്പെട്ട് 27-ാമത്തെ അധ്യായത്തിൽ 27:2, അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാടുവിൻ. കർത്താവായ ഞാനാണ് അതിന്റെ സൂക്ഷിപ്പുകാരൻ, ഞാനതിനെ നിരന്തരം നനയ്ക്കുന്നു, ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാനതിന് രാപകൽ കാവൽ നിൽക്കുന്നു. അതിന്റെ മുകളിലോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ടൈറ്റിൽ കാണുന്നുണ്ട്, ശിക്ഷയും രക്ഷയും. നീ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് നീ അനുദപിക്കുന്നില്ലെങ്കിൽ അത് നിനക്ക് ശിക്ഷ വരുത്തുകയും, നീ ഒന്ന് അനുദപിക്കാൻ തിരിച്ചു കയറാൻ തയ്യാറാണെങ്കിൽ രക്ഷിക്കാനും നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം ഇരട്ടിയായിട്ട് തിരിച്ചു തരാനും നിന്റെ ദൈവം തയ്യാറാണ് എന്നുള്ളൊരു പ്രത്യാശയാണ് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് പ്രവാചകന്മാരെല്ലാം തരുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുക, കർത്താവെ ഞാൻ കാത്തിരിക്കുകയാണ്, ഈ ഇരുട്ടിൽ നിന്ന് അങ്ങേക്കേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ കൈ ഉയർത്തിയാൽ ഈ ഇരുട്ടിൽ നിന്ന് എന്നെ പൊക്കിയെടുത്തോണ്ട് പോരാൻ അങ്ങേക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, വെറുതെ കാത്തിരിക്കുകയല്ല, അങ്ങ് നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച് ഞാൻ കാത്തിരിക്കുന്നു. ചേർന്ന് പറ ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം, പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. 7, പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. സങ്കീർത്തകൻ തന്റെ ഒരു രീതി പറയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാം. എന്നുവെച്ചാൽ അത് വെറുതെ കർത്താവ് എനിക്ക് കുറെ അനുഗ്രഹം തരാൻ പോവാണ്, അതുകൊണ്ട് ഞാനിതേ കൈ വീശി കാത്തിരിക്കുക എന്നുള്ളതല്ല. അവയർനെസ്, ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതം, ശ്രദ്ധയോടുകൂടിയുള്ള ജീവിതം. ഒരല്പം കൂടെ ശ്രദ്ധ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുകയാണ്, എൻ്റെ സമയത്തിന് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ
സംസാരിക്കുന്ന രീതി ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിനി സംസാരിക്കാൻ പോവാണ്. കാരണം എനിക്ക് വീഴ്ച വരുന്നത്, എനിക്ക് പാപം വരുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ഞാൻ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കുമ്പോൾ ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കുറച്ചുകൂടെ ശ്രദ്ധയോടെ ജീവിക്കും. ഞാൻ എൻ്റെ സൗഹൃദങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധയോടെ ഇടപെടും. എൻ്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധയോടെ ഉപയോഗിക്കും. എൻ്റെ ചിന്തകളെ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ പെരുമാറ്റ രീതിയെ പബ്ലിക്കിലായാലും പ്രൈവറ്റിലായാലും ഒത്തിരി ആളുകൾ ശ്രദ്ധിക്കുമ്പോഴും ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ഞാൻ ശ്രദ്ധയോടെ ജീവിക്കും. അതാണ് കാത്തിരിപ്പിന്റെ വലിയൊരു അർത്ഥം. മറ്റൊരർത്ഥം, ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു പറയുമ്പോൾ എൻ്റെ ദൈവം ഏത് സമയത്തും എന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ചിലപ്പോൾ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, ഇത് കഴിയുന്ന അടുത്ത മണിക്കൂറിലായിരിക്കാം. എൻ്റെ കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. വേർ ദർ ഇസ് നോ അതർ പോസിബിലിറ്റി. മറ്റു തിരിച്ചു ചിന്തിക്കാൻ ഇനിയൊരു അവസരമില്ലാത്ത രീതിയിൽ കർത്താവിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മൾ ഈശോ പറഞ്ഞ ഉപമകളൊക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. പ്രത്യേകിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഈ നമ്മുടെ 10 കന്യകമാരുടെ ഉപമയൊക്കെ വിശുദ്ധി എന്ന വിളക്ക് കെടാതെ സൂക്ഷിക്കാൻ they were totally aware, ശ്രദ്ധയോടെ ജീവിച്ചു. അവയർനെസ്. നമ്മൾ ഈ പാപത്തിന്റെ പടുകുഴിയിലാണ്, എനിക്ക് കയറിപ്പോരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈശോ ഇതേ നിന്റെ ഒരു അനുതാപത്തിലൂടെ, നിന്റെ ഒരു കുമ്പസാരത്തിലൂടെ നിന്നെ തിരിച്ചു പൊക്കി എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. I will live little more with little more awareness. ഞാൻ കുറച്ചും കൂടെ ഒരു അവയർനെസ്സോടുകൂടി ശ്രദ്ധയോടെ ഞാൻ ജീവിച്ചോളാം, ശ്രദ്ധയോടെ ഞാൻ സംസാരിച്ചോളാം, ശ്രദ്ധയോടെ ഞാൻ പെരുമാറിക്കോളാം, ഞാൻ ശ്രദ്ധയോടെ ഇന്റർനെറ്റ് ഉപയോഗിച്ചോളാം, ഞാൻ ശ്രദ്ധയോടെ മറ്റുള്ളവരെ നോക്കിക്കോളാം, ഞാൻ ശ്രദ്ധയോടെ എൻ്റെ സമയത്തെ ബഹുമാനിച്ചോളാം. അല്പം കൂടെ അവയർനെസ്സോടെ കർത്താവിനെ കാത്തിരിക്കണം. കാരണം എപ്പോൾ വേണേലും എൻ്റെ കർത്താവിനോട് കണക്ക് ചോദിക്കാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഇതിന്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുന്നുണ്ട്? ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. ഇതൊരു വാഗ്ദാനമാണ്. നിന്റെ അകൃത്യങ്ങളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും. നീ ചെയ്ത തെറ്റുകളിൽ നിന്ന്, അതുമൂലം നിന്റെ ഉള്ളിൽ വന്നുപോയ ചില ചങ്ങലക്കുരുക്കുകളിൽ നിന്ന് നിന്നെ കർത്താവ് മോചിപ്പിക്കുന്നു. കടബാധ്യതയിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, കണ്ണുനീരിൽ നിന്നൊക്കെ മോചിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് പരിചയമുണ്ട്. പക്ഷെ അതങ്ങ് കിട്ടി നമ്മളങ്ങ് സുഖിച്ചു പോയി. ചില സമയത്ത് സുഖിച്ചങ്ങ് ജീവിക്കാൻ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ ഇരുട്ടിനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കും. നിന്നെ ഇരുട്ടിലാക്കി കളയുന്നത് നിന്റെ ഈ പാപജീവിതമാണെന്നുള്ള നല്ല ബോധ്യം ഉണ്ടായിരിക്കും. ഈ ഇരുട്ടിൽ കടന്ന് നീ നിലവിളിച്ചാൽ കാരുണ്യവാനായ ദൈവം നിന്നെ രക്ഷിക്കും. ഇസ്രായേലിനെ എല്ലാ പാപങ്ങളിൽ നിന്ന്, എല്ലാ അകൃത്യങ്ങളിൽ നിന്ന് കർത്താവ് മോചിപ്പിക്കും. അതൊരു വാഗ്ദാനമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ സങ്കീർത്തനം ധ്യാനിച്ച് അവസാനിക്കുമ്പോൾ ഇതുമായിട്ട് ചേർന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സങ്കീർത്തനമാണ് 40-ാമത്തെ സങ്കീർത്തനം. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് അവിടെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ വൈകരുതേ എന്ന്. കർത്താവിന് വേണ്ടി ഇനിയും ഈ പാപത്തിൽ, ഈ പടുകുഴിയിൽ, ഈ ഇരുട്ടിൽ ഞാൻ നിന്നാൽ ഒരിക്കലും രക്ഷിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന നിങ്ങളുടെ പാപത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു സങ്കീർത്തനമൊക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ സങ്കീർത്തനമൊക്കെ തീർച്ചയായിട്ടും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒപ്പം നമുക്ക് ഒത്തിരി സൂചനകൾ, ഒത്തിരി വാണിങ്ങൾ തരികയാണ് ചില സങ്കീർത്തനങ്ങൾ. ഈ 130 അങ്ങനെ ഒരു സങ്കീർത്തനമാണ്. നമ്മൾ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പാട്ടുപാടി ഒഴിവാക്കി തീർക്കാനുള്ളതല്ല, ധ്യാനിക്കാനുള്ളതാണ്. എൻ്റെ അവസ്ഥ, എൻ്റെ ഇരുട്ടിൻ്റെ അവസ്ഥ, എൻ്റെ പാപത്തിൻ്റെ പട്ടുകുഴി, അതിൻ്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് 130. ഇതിൻ്റെ ചേർത്ത് ചിന്തിക്കുന്ന ഈ 40-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഡോണ്ട് ബി ലേറ്റ്. കാരണം ഇനി അങ്ങ് താമസിച്ചാൽ ഞാൻ തകർന്ന് തരിപ്പണായി പോകും. ഞാൻ ഒത്തിരി ശ്രമിച്ചു ഇതിനകത്ത് നിന്നൊക്കെ കയറി വരാൻ. ഒരുപാട് സഹായങ്ങൾ, കൗൺസിലിങ്ങൾ, പ്രാർത്ഥനകൾ, വചനം വായിച്ചു നോക്കി, വചനം എഴുതി നോക്കി, ഞാൻ ശ്രമിച്ചു. പക്ഷെ പിന്നെയും ഞാൻ ആ കുഴിയിലോട്ട് വീഴുകയാണ്. മാനുഷികമായ ഒരു സഹായം കൊണ്ടോ എൻ്റെ കഴിവുകൾ കൊണ്ടോ എനിക്ക് ഈ പാപത്തിൽ നിന്ന്, ഈ കുഴിയിൽ നിന്ന്, ഈ ഇരുട്ടിൽ നിന്ന്, ഈ അഗാധതയിൽ നിന്ന് എനിക്ക് തിരിച്ചു കയറാൻ പറ്റുന്നില്ല. വിത്തൗട്ട് യുവർ ഹെൽപ്പ് ഐ കനോട്ട് ബി സേവ്ഡ്. അങ്ങ് രക്ഷിക്കാതെ, അങ്ങ് കൈനീട്ടാതെ എനിക്ക് കയറിപ്പോരാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവേ ഡോണ്ട് ബി ലേറ്റ്, കർത്താവേ വൈകരുതേ. എന്നിട്ട് ദാവീദ് അതിന്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇവിടെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. 40-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റി. നമ്മൾ 130-ാമത്തെ സങ്കീർത്തനം വായിച്ചത് ഈ ഒരു ഇരുട്ടിൽ നിന്ന്, ഈ കുഴിയിൽ നിന്ന് ഒരാൾ നിലവിളിക്കുന്നതായിട്ടാണ്. അതിനോട് ചേർത്ത് ചിന്തിച്ച്, ഞാൻ ക്ഷമാപൂർവം ആ കുഴിയിൽ കർത്താവിന് വേണ്ടി കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. ചേർന്ന് പറ ഹല്ലേലൂയ.
എന്റെ നിലവിളി കേട്ടു. കർത്താവെ, ഇസ്രായേൽ അങ്ങേ ആശ്രയിച്ചതുപോലെ, വീണുപോയ എല്ലാവരും അങ്ങേ ആശ്രയിച്ചതുപോലെ ഞാനും അങ്ങേ ആശ്രയിക്കുകയാണ്. ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുകയാണ്, അങ്ങേ മാത്രം വിളിച്ചപേക്ഷിക്കുകയാണ്. കാരണം ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അങ്ങേക്ക് മാത്രമേ പറ്റുള്ളൂ. ആ പ്രാർത്ഥന കേട്ട ദൈവം ചെവി ചായ്ച്ച് എന്റെ നിലവിളി കേട്ടു. എന്നിട്ട് ഭീകരമായ ഗർത്തത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റി. ഈ ഭീകരമായ ഗർത്തം ആ പാപജീവിതമാണ്, ആ ഇരുണ്ടാണ്. നിങ്ങൾക്കൊരു കാലെടുത്ത് മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ, നിങ്ങളുടെ പ്രോഗ്രസ്സിന് ഒരു ബ്ലോക്ക് ഇടുന്ന, നിങ്ങളുടെ സന്തോഷത്തിന്, നിങ്ങളുടെ മുഖത്തെ ഒരു പുഞ്ചിരിക്ക് തടസ്സമിടുന്ന ആ കുഴഞ്ഞ അഴകുഴ ലൈഫ്, ആ പാപക്കുഴകൾ നിന്ന് നിന്നെ കരകയറ്റുകയാണ് കർത്താവ്. കരകയറ്റുക മാത്രമല്ല, രണ്ടാമത്തെ വാക്യം, അതിന്റെ രണ്ടാം ഭാഗം, എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകളെ സുരക്ഷിതമാക്കി. എന്നെ പിടിച്ച് നേരെ നിർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മളിപ്പോ സങ്കടപ്പെടുന്നുണ്ടാകും ഈ പാപജീവിതത്തെ ഓർത്ത്, തിരിച്ചു കയറി പോരാൻ പറ്റാത്ത ചില ദുശീലങ്ങളെ ഓർത്ത്, അതിന്റെ അടിമത്തത്തെ ഓർത്ത്. God is giving you an assurance. ഇതിൽ നിന്ന് നിന്നെ ഞാൻ കരകയറ്റും. തിരിച്ചു കയറി പോരാൻ നീ ഒന്ന് തീരുമാനം എടുക്കുന്ന ഒരു സമയത്ത് കർത്താവ് നിന്റെ നേരെ കൈനീട്ടും. ഓർക്കും ഒരിക്കൽ കൂടി, പലതവണയും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നീ വീണുപോയ വഴികളോ, നീ എത്ര തവണ വീണുപോയെന്നോ, നീ എത്ര വലിയ പാപം ചെയ്തെന്നോ, അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തെന്നോ നോക്കി കണക്ക് എഴുതി വെക്കുക അല്ല കർത്താവ്. 130 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു, അങ്ങ് കണക്ക് സൂക്ഷിച്ചാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന്. നീ വീണുപോയ കണക്കുകളല്ല കർത്താവ് നോക്കണം, നീ എഴുന്നേറ്റ് വരുന്നത് എത്ര പ്രാവശ്യമാണെന്നാണ് കർത്താവ് നോക്കുന്നത്. ആൻഡ് ട്രൈ അഗെയിൻ. പാപമുണ്ട്, കുറവുകളുണ്ട്, എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അത് പറഞ്ഞ് എനിക്കിനി രക്ഷയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിരിക്കാനല്ല കർത്താവ്, എനിക്ക് ഇതിനകത്ത് നിന്ന് കയറി പോരണം. ഞാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു, നിലവിളിക്കുകയാണ്, എന്നെ കരകയറ്റണം. ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവ് നിന്നെ കരകയറ്റും. ഉറച്ച പാറമേൽ നിന്നെ നിർത്തും, നിന്റെ കാൽവയ്പ്പുകളെ സുരക്ഷിതമാക്കും, നിന്നെ മുന്നോട്ട് കർത്താവ് നയിക്കും. കർത്താവ് നയിക്കും, കർത്താവെ നയിക്കൂ, കർത്താവ് നയിച്ചാലേ ശരിയാവുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലോട്ട് നിറയട്ടെ. ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റുന്ന ദൈവം എനിക്കുണ്ട്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം, കണ്ണുകളൊന്ന് ശാന്തമായിട്ട് അടച്ച്. 130 സങ്കീർത്തനത്തിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞ ജീവനുള്ള വചനങ്ങളാണ്. സങ്കീർത്തകന്റെ നാവിലൂടെ, അവന്റെ തൂലികയിലൂടെ നമ്മളോട് പറഞ്ഞു തന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തരി വെട്ടം തന്നെയാണ്. നിന്റെ സങ്കടത്തിന്റെ നീർച്ചുടിയിൽ നിന്ന്, പടുകുഴികളിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് പാപത്തിന്റെ ചില കെണികളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ദൈവം തയ്യാറാണ്. നീ വീണുപോയ വഴികളെ അല്ല കർത്താവ് നോക്കുന്നത്, അതിൻ്റെ എണ്ണമല്ല കർത്താവ് സൂക്ഷിക്കുന്നത്. നീ എഴുന്നേറ്റ് വരുന്നുണ്ടോ, ഞാനൊന്ന് പരിശ്രമിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ദൈവം നോക്കുന്നത്. തിരിച്ചു വരാൻ ഞാനൊന്ന് തയ്യാറായാൽ എന്നെ കൈപിടിച്ച് നയിക്കുകയും എന്നെ ഉറപ്പിച്ച് നിർത്തുകയും എൻ്റെ ശിരസ്, താണുപോയ എൻ്റെ ശിരസ് നേരെ നിർത്തുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. തമ്പുരാന് നന്ദി പറയാം. നമുക്കൊന്നും കൂടെ ഒന്ന് ശ്രമിക്കാം. ഈ പാപത്തിൻ്റെ അടിമയല്ല നീ, ഈ പാപത്തിൻ്റെ അടിമയല്ല നീ. നിന്നെ ഒരു അടിമയാക്കാനല്ല കർത്താവ് ആഗ്രഹിച്ചത്. നീ സ്വതന്ത്രനാവണം, സ്വതന്ത്രയാവണം, ഈശോയുടെ പ്രിയപ്പെട്ടതാവണം. ഇതാണ് ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് തടസ്സമായിട്ട് ഈ പാപങ്ങൾ, ദുശീലങ്ങളുടെ പടുകുഴിയാണെങ്കിൽ നിന്റെ നിലവിളി കേട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ചുയർത്താൻ ഈശോ തയ്യാറാണ്. അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുക, അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുക. ഈശോയുടെ ഹൃദയത്തിൻ്റെ ചൂടറിഞ്ഞ് പാപത്തിൻ്റെ ചൂടുകളെ എല്ലാം ഒഴിവാക്കുക, വിശുദ്ധിയിലായിരിക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.